ഓ മൈ ഗോഡ്, ബ്രസീൽ അങ്ങനെ ക്വാർട്ടർ ഫൈനൽ കാണാതെ വേൾഡ് കപ്പിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ്. നോർവേ ഡിഫീറ്റ്, അല്ലെങ്കിൽ നോർവേ നോക്കൗട്ട് ബ്രസീൽ ഫ്രം ദ റൗണ്ട് ഓഫ് 16. ഏർലിംഗ് ഹാളൻഡ് നേടിയ 2 ഗോളിൽ ബ്രസീലിനെ മുക്കി അങ്ങനെ നോർവേ ക്വാർട്ടർ ഫൈനൽസിലേക്ക് കയറിയിരിക്കുന്നു. സോ ഈ വേൾഡ് കപ്പിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അപ്സെറ്റ്സ് സോഫാർ. ഇതിനു മുമ്പുള്ളൊരു മേജർ അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മനി ആയിരുന്നു. പക്ഷേ ജർമ്മനിനെയും കാട്ടി കൂടുതൽ ഒരു ഹയർ സീലിംഗ് ഉണ്ടായിരുന്ന ടീമായിരുന്നു ബ്രസീൽ. സോ ബ്രസീൽ വേൾഡ് കപ്പ് എക്സിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വലിയൊരു ഷോക്കിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ബ്രസീലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വെൻ വി സ്റ്റാർട്ടഡ് ദ ടൂർണമെൻറ്റ്, ആ സമയത്ത് ബ്രസീൽ കുറച്ചൊരു ഡിപ്പ് ഫോമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. പക്ഷേ കളികൾ മാറി വരുന്ന സമയത്ത് ലൈക്ക് സെക്കൻഡ് ഗെയിം ആയപ്പോഴും തേർഡ് ഗെയിം അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞിരുന്നപ്പം ബ്രസീൽ ആക്ച്വലി ഇംപ്രൂവ് ദിയർ ഗെയിം. അപ്പോൾ അതിനുശേഷമാണ് ബ്രസീലിൽ കൂടുതൽ ആൾക്കാർ പ്രതീക്ഷ വെച്ചത്. ആൻഡ് പ്രീവിയസ് ഗെയിമിലൊക്കെ കാർലോ ആൻസലോട്ടിയുടെ തന്ത്രങ്ങൾ നല്ല രീതിയിൽ ബ്രസീലിനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുവഴി നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ ഗെയിമിൽ ആൻസലോട്ടി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കും സെക്കൻഡ് ഹാഫിൽ. ആൻഡ് എന്താ പറയുക, റിസൾട്ട്സ് ബ്രസീലിന് ഫേവറായിട്ടുള്ള റിസൾട്ട്സ് വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നിരുന്നാലും ഒരു സ്പാർക്ക് എവിടെയോ നഷ്ടപ്പെട്ടതുപോലെ തന്നെയായിരുന്നു ബ്രസീലിൻ്റെ ഇന്നത്തെ കളി. ദേ ഹാഡ് എക്സലൻറ്റ് ചാൻസസ്, 2 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്. ആദ്യം തന്നെ മത്തിയസ് കുഞ്ഞ ഒരു പെനൽറ്റി നേടുന്നു. അത് ബ്രൂണോ ഗിമാരസ് അടിച്ച് ഒരു എന്താ പറയുക, ഒരു വേഴ്സ്റ്റ് പെനൽറ്റി എന്ന് തന്നെ പറയാനും. അത് ഗോൾ കീപ്പറിന് ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റിൽ ഒരു കൈൻഡ് ഓഫ് ഷോട്ട്, വലിയ സ്ട്രെച്ചൊന്നും കൂടാതെ തന്നെ ഗോൾ കീപ്പർ ഈസി ആയിട്ട് തടഞ്ഞിടുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഹെൻഡ്രിക്കിന് കിട്ടിയിട്ടുള്ള ആ ഒരു ചാൻസ്, ഹി വാസ് ലൈക്ക് 1-on-1 വിത്ത് ദ ഗോൾ കീപ്പർ. ആ 1-on-1 ചാൻസ് കിട്ടിയിട്ട് ഹി മേഡ് എ ഇറാറ്റിക് ടച്ച്, ഇടയ്ക്കുള്ളൊരു ടച്ച്, ഇത് വല്ലാത്ത ടച്ചായിപ്പോയി. അതോടുകൂടി ബോളിൻ്റെ ഡയറക്ഷൻ മാറുന്നു. ആൻഡ് ഹി വാസ് ഓൾസോ എന്താ പറയുക, ഒരു ബാലൻസ് തെറ്റിപ്പോകുന്നു, അങ്ങനെ അടിച്ച് പുറത്ത് കളയുന്നു. സോ ഹി കുഡ് ഹാവ് ജസ്റ്റ് എന്താ പറയുക, ഗോൾ കീപ്പറിനെ മറികടന്ന് ഗോൾ കീപ്പറിനെ പാസ് ചെയ്ത് പോയിട്ട് വേണമെങ്കിൽ ഒരു ഗോളിന് ശ്രമിക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഗോൾ കീപ്പർ മുമ്പോട്ട് കയറി വരുമ്പോൾ പോസ്റ്റ് അത്രയ്ക്ക് വൈഡ് ഓപ്പൺ ആയിരുന്നു. ഹി ഹാഡ് എ ഗോൾഡൻ ചാൻസ്. പക്ഷേ അങ്ങനെ അത് നഷ്ടപ്പെടുന്നു. പിന്നീടാണ് നമ്മൾ കാണുന്നത് 79th മിനിറ്റിൽ ഏർലിംഗ് ഹാളൻഡ് ഒരു സൂപ്പർബ് ഹെഡർ, നോർവേ പ്ലെയർ കൊടുത്തിട്ടുള്ള ഒരു ബ്രില്യൻറ്റ് ക്രോസ്. ആ ക്രോസിൽ ഗബ്രിയലിനെ മറികടന്ന്, ഗബ്രിയേൽ ആൻഡ് ഹാളൻഡ് ഇവർ തമ്മിലുള്ള ഒരു റൈവൽറി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് തന്നെയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ തൊട്ടേ ഉള്ള ആ ഒരു റൈവൽറി അത് ഇന്നത്തെ ഗെയിമിലും ഉണ്ടായിരുന്നു. സോ ബോത്ത് ഓഫ് ദം ഹാഡ് ദെയർ മൊമെൻറ്റ്സ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്ന പ്ലേയേഴ്സാണ്. സോ ഗബ്രിയേൽ ആ ഒരു അത് വന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി. ആ ടൈമിനുള്ളിൽ ഏർലിംഗ് ഹാളൻഡ് ഉയർന്ന് ചാടിയിട്ട് ആ ഒരു ഹെഡർ, ഒരു സൂപ്പർബ് ഹെഡർ, ആൻഡ് ദാറ്റ് ബീറ്റ് ആലിസൺ. സോ ഫസ്റ്റ് ഗോൾ അങ്ങനെ വീഴുന്നു. പിന്നീട് കാണുന്നത് വെച്ചാൽ ടുവേർഡ്സ് എൻഡ് ഇത്രയും ഇനിയും 10 മിനിറ്റ് കൂടുതൽ ഉണ്ട്, അലോങ് വിത്ത് എക്സ്ട്രാ ടൈം ആഡഡ് മിനിറ്റ്. സോ ബ്രസീലിന് പിന്നെയും അവസരങ്ങൾ, ലൈക്ക് ദേ കുഡ് ഹാവ് സ്കോർഡ് ആൻഡ് ദേ കുഡ് ഹാവ് ട്രൈഡ് മോർ. പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് എന്താ പറയുക, എഫേർട്ട് അത്രയും പോരായിരുന്നു. ദേ വർ ട്രൈങ്, ബട്ട് ദെൻ എനിക്ക് തോന്നുന്നു മെയിൻലി ബിക്കോസ് ഓഫ് നോർവേസ് ഡിഫൻസ്, പ്രോപ്പർ ഡിഫൻസ് ആയിരുന്നു. അവർ എന്താ പറയുക, ഒരു കോട്ട കെട്ടി തന്നെ അവരവിടെ ഗോൾ പോസ്റ്റ് കാത്തു. പല ചാൻസസും അവിടെ പെനൽറ്റി ബോക്സിൽ വന്നിട്ട് അത് പോകുന്ന ഇതായിട്ടാണ് കണ്ടത്. ആൻഡ് പിന്നീട് കാണുന്ന വെച്ചാൽ 79th മിനിറ്റിൽ, സോറി 79th അല്ല, 90th മിനിറ്റ് ആയി കഴിഞ്ഞപ്പം ഏർലിംഗ് ഹാളൻഡ് ആ ഒരു സെക്കൻഡ് ഗോൾ, ആ ബ്രേസ് കംപ്ലീറ്റ് ചെയ്യുന്നു. പെനൽറ്റി ബോക്സിൻ്റെ പുറത്ത് കിട്ടിയ ബോൾ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് ഒരു പ്രോപ്പർ ഷോട്ട്, കിടിലം ഷോട്ട് ഉതിർത്ത് ബ്രസീൽ പ്ലെയറിൻ്റെ 2 കാലിൻ്റെ നടുക്കൂടെ പോയിട്ട് ആ ഗോൾ പോസ്റ്റിൻ്റെ ഇടത്തെ മൂലയിൽ ഒരു പിൻ പോയിൻ്റ് ആക്യുറസിയിൽ ആ ഗോള് നേടുന്നു. സോ 2-0. പിന്നീട് ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ ലൈക്ക് ബ്രസീലിന് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ബ്രസീലിന് ആ ഒരു ടൈമിലൊന്നും അത് ഒരു രീതിയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോൾ ഒരു പെനൽറ്റി, അതായത് നോർവേ പ്ലെയർ കെസമീറോനെ ചാടി എൽബോ ചെയ്യുന്നു. ബോളിന് വേണ്ടിയിട്ടൊരു 50-50 വരുന്ന സമയത്ത് എൽബോ ചെയ്തിട്ട് അവിടെ ഒരു പെനൽറ്റി കിട്ടുന്നു. ആൻഡ് നെയ്മർ, എനിക്ക് തോന്നുന്നു നെയ്മറിൻ്റെ വേൾഡ് കപ്പ് ജൈത്രയാത്ര, അല്ലെങ്കിൽ ഇത്രയും വർഷത്താവുള്ള ഒരു
യാത്ര ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ആൻഡ് മേ ബി ഹി വുഡ് ബി റിട്ടയറിംഗ് ഫ്രം ദ നാഷണൽ ടീം ഓൾസോ. ഇനി അങ്ങോട്ടേക്ക് ബ്രസീലിന് വേണ്ടിയിട്ട് കളിക്കാനായിട്ട് ഒരു ഇത് നെയ്മറിനുണ്ടെന്ന് തോന്നുന്നില്ല. സോ ഹീസ് ഡൺ വിത്ത് ഹിസ് ഇൻ്റർനാഷണൽ കരിയർ ആസ് എ ബ്രസീലിയൻ ഫുട്ബോളർ ഫോർ ദ നാഷണൽ ടീം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ കിട്ടിയ പെനൽറ്റി, തൻ്റെ അവസാനത്തെ കിക്ക്, ബ്രസീലിന് വേണ്ടിയിട്ട് ഒരു ഗോൾ നേടിയിട്ട് നെയ്മർ കളം വിടുന്ന കാഴ്ചയാണ് കണ്ടത്. സോ ഹി വാസ് വെരി ഇമോഷണൽ. കളി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വോട്ടെവർ മേ ബി ഫോർ ദ ബ്ലെസ്സിങ്സ്, ഇത്രയും വർഷം കളിക്കാനായിട്ട് കഴിഞ്ഞതിന്, ബ്രസീൽ കുപ്പായം അണിയാൻ കഴിഞ്ഞതിനുള്ള നന്ദിയും കാര്യങ്ങളൊക്കെ നെയ്മർ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ദി ഗെയിം. അപ്പോൾ എനിക്ക് തോന്നിച്ചു പറഞ്ഞാൽ ഒരു ലേസി കൈൻഡ് ഓഫ് എഫേർട്ടായിരുന്നു ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ദേ കുഡ് ഹാവ് ഡൺ മച്ച് ബെറ്റർ. ഇതിലും കൂടുതൽ എന്താ പറയുക, ഒരു എഫേർട്ട്, ഇൻറ്റൻറ്റ് ഇതെല്ലാം കാണിക്കാമായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, ദേ ഹാഡ് ടു ഡു ഇറ്റ് മോർ. ആൻഡ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ നമ്മൾ കാണുന്ന ബ്രസീൽ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ജസ്റ്റ് ടേൺഡ് ഔട്ട് ടു ബി അനദർ ടീം, അത്രേ ഉള്ളൂ. ബ്രസീൽ എന്നുള്ള പഴയ പെരുമ മാത്രം അവശേഷിക്കുന്നു. പക്ഷേ ആസ് എ ടീം ഒരു പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ബ്രസീൽ പഴയ പേരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. ആൻഡ് ദേ ആർ നോട്ട് ഡൂയിങ് ഇനഫ് ടു ആ പേരിനുള്ള ഒരു ഇത് കാണിക്കുന്നേ ഇല്ല, ഒട്ടും കാണിക്കുന്നില്ല. സോ അത് തന്നെയാണ് ഈ ഗെയിമിനെ കുറിച്ചിട്ട് എടുത്ത് പറയാനായിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിവേസ് നെയ്മർ ഹാഡ് ഹിസ് ലാസ്റ്റ് ഡാൻസ്. അതോടുകൂടി നെയ്മറിൻ്റെ ഇത് അവസാനിക്കുന്നു. ആൻഡ് മേ ബി കസമീറോ ഓൾസോ കഴിയും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ബ്രസീലിയൻ പ്ലെയേഴ്സ്, കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള ബ്രസീലിയൻ പ്ലെയേഴ്സ് പലരും ഇതായിരിക്കും അവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പ്. ഇതോടുകൂടി ഒരു കൊഴിഞ്ഞു പോക്ക് കാണാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. ദർ മൈറ്റ് ബി എ ഫ്യൂ നമ്പർ ഓഫ് Brazilian players who would be saying tata bye bye to the Brazilian national team. അതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നോർവേനെ കുറിച്ചിട്ട് പറയാം. നോർവേ ഹാഡ് എ പ്ലാൻ. അവർ എന്ന് പറഞ്ഞാൽ പൊസഷൻ സ്റ്റാറ്റ്സിലായാലും പാസസ് ഇതിൻ്റെ അകത്തൊക്കെ ഡോമിനേറ്റ് ചെയ്തതിന് നിന്നു. ഒരു ടൈം ഓഫ് ദ ഗെയിം എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ദി 80th മിനിറ്റോ ആ സമയത്തുള്ള സ്റ്റാറ്റ്സ് കാണിക്കുമ്പോൾ നോർവേയുടെ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് 500+. ആൻഡ് ബ്രസീലിൻ്റെ ആ സമയത്തുള്ള പാസസ്, അതിൻ്റെ സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ 230. സോ ദാറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ഡബിൾ ദ നമ്പർ ഓഫ് പാസസ് ഫോർ നോർവേ. അത്രയും ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു. അവർ ബോൾ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം ദേ ആർ എന്തോ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ആൻഡ് ദേ വർ ലൈക്ക് ഡൂയിങ് ഇറ്റ് വിത്ത് പെർഫെക്ഷൻ. പക്ഷേ ബ്രസീലിൻ്റെ കയ്യിൽ ബോൾ കിട്ടുമ്പോൾ അവർ ചുമ്മാ കൊണ്ടങ്ങ് പോവുകയാണ്. ലൈക്ക് എന്താ പറയുക, അറ്റാക്ക് എന്നുള്ള മൈൻഡിൽ മാത്രം പോകുന്നുള്ളൂ. അല്ലാതെ ഗെയിം എന്ന് പറയുമ്പോൾ ജസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രമല്ല, ബോൾ കീപ്പ് ചെയ്ത് ലൈക്ക് ആ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഒരു ഗെയിം ഓഫ് ഫുട്ബോൾ കളിക്കേണ്ടത്. സോ മേ ബി ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ ബ്രസീലിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാതെ പോയി, നടക്കാതെ പോയി. അതുതന്നെയാണ്. ആൻഡ് നോർവേ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തു. പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടിയ ചാൻസസ് ഒക്കെ അവർ യൂട്ടിലൈസ് ചെയ്തു. ഞാൻ ആ പെനൽറ്റി മിസ് ചെയ്യുന്ന സമയത്തും എൻട്രിക്കിൻ്റെ ആ ചാൻസ് മിസ് ചെയ്യുന്ന സമയത്തൊക്കെ വിചാരിച്ച കാര്യമാണ്, ഇത് മിക്കവാറും ഒരു ഫേറ്റിലാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ഈ ചാൻസസ് എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പിലൊന്നും നമുക്കങ്ങനെ കിട്ടത്തില്ല. ആൻഡ് പ്രത്യേകിച്ച് ഇത് കണക്കത്തുള്ള നോക്കൗട്ട് സ്റ്റേജസിലേക്ക് വരുമ്പോൾ യു ഡോണ്ട് ഗെറ്റ് സച്ച് കൈൻഡ് ഓഫ് ചാൻസസ് ആൻഡ് നത്തിങ് ഇസ് പുട്ട് ഓൺ എ പ്ലാറ്റർ ഫോർ യു. എല്ലാം നമ്മൾ ഏൺ ചെയ്തിട്ട് കിട്ടേണ്ടതാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത്രയും ഈസി ചാൻസസ് മിസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സോ അത് തന്നെയാണ് സംഭവിച്ചത്. ആൻഡ് ബ്രസീൽ ദേ ഹാഡ് ടു പേ ദ പ്രൈസ് ഫോർ ദാറ്റ്. ആ ഒരു തോൽവി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് അടുപ്പിച്ചിട്ടുള്ള തോൽവിയാണ്. 24 വർഷം, 2002 ലാസ്റ്റ് വേൾഡ് കപ്പ് എടുക്കുന്നത്. സോ ബ്രസീൽ എന്നുള്ളൊരു എന്താ പറയുക 5 ടൈം വേൾഡ് ചാമ്പ്യൻ ടീം ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ കപ്പ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത്, ഈ ഇത്രയും ടൈമിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിൽ പോലും കപ്പ് എടുത്തിട്ടില്ല എന്ന് പറയുന്നത് വെച്ചാൽ നല്ല ആ ബ്രസീലിയൻ ഫ്ലെയർ അതെല്ലാം എന്താ പറയുക നിറമങ്ങുന്നൊരു കാര്യം തന്നെയാണ്. സോ ഇതോടുകൂടി സാമ്പാ താളം അവസാനിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് ദെയർ നീഡ്സ് ടു ബി എ ലോട്ട് ഓഫ് ചേഞ്ചസ്. ഈ പഴയ താരങ്ങളൊക്കെ പോയിട്ട് കുറേ പുതിയ പ്ലെയേഴ്സ്, പുതിയ ലെഗ്സ്, പുതിയ ഐഡിയാസ് ഇതൊക്കെ വരേണ്ടിയിരിക്കുന്നു. സോ കാർലോ ആൻസലോട്ടി ഇനിയും തുടരുമോ എന്നുള്ളൊരു കാര്യം അറിയത്തില്ല. ഹീസ് എ വെരി ഗുഡ് കോച്ച്, അതൊക്കെ നമുക്കറിയാം. ആൻഡ് വിത്ത് ദ ബ്രസീലിയൻ ടാലൻറ്റ് ദറ്റ് ഹി ഹാഡ്, ആൻസലോട്ടി കുറച്ചുകൂടെ എന്തൊക്കെയോ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാമായിരുന്നു. പക്ഷേ അതിലൊക്കെ എന്തോ ഒരു റെസ്ട്രിക്ഷൻസ് വന്നതുപോലെ. ആൻഡ് ദർ വാസ് നോ ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ. ബ്രസീലിൻ്റെ ആ പഴയ നമ്മൾ കാണുന്ന ആ കൈൻഡ് ഓഫ് സ്ട്രീറ്റ് ഫുട്ബോൾ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒഴുകിയ ഒരു ഫുട്ബോളുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഡാൻസ് പോലെ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് പോലെയുള്ള ഒരു കൈൻഡ് ഓഫ് ഫുട്ബോൾ, അതൊക്കെ ഇപ്പോൾ മിസ്സിങ് ആണ്. അതൊന്നും കാണാനില്ല. പീപ്പിൾ ആർ റെസ്ട്രിക്റ്റഡ്. ഇപ്പോൾ വിനീഷ്യസ് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫുട്ബോളിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതുമൊക്കെ. അല്ലാതെ ഉള്ള പ്ലേയേഴ്സൊക്കെ ആണെങ്കിലും. ആൻഡ് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നൊരു കാര്യമാണ് കഴിഞ്ഞ റിവ്യൂവിൽ, ബ്രസീൽ ഗെയിമിൻ്റെ റിവ്യൂവിൻ്റെ സമയത്ത് പറഞ്ഞു, നമ്മൾ ബ്രസീൽ അഥവാ അവർക്കത് എന്താ പറയുക അവരുടെ
യാത്ര തടയിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അത് മിഡ്ഫീൽഡ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ബിക്കോസ് ഓഫ് ദ ഏജിങ് മിഡ്ഫീൽഡ്. ബ്രൂണോ ഗിമാരസ് ആയാലും പിന്നെ നമ്മുടെ കാസിമീറോ ആയാലും ഇവരൊക്കെ ഏജിങ് പ്ലെയേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മിഡ്ഫീൽഡിനെ വെച്ചിട്ട് ഒരു വേൾഡ് കപ്പ് ടൂർണമെൻറ്റ്, ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് നിൽക്കുന്ന വേൾഡ് കപ്പ് ടൂർണമെൻറ്റിൽ എത്ര വരെ പോകാൻ പറ്റും എന്നുള്ളത് ഒരു സംശയമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് ഡിസ്കസ്ഡ് എമംഗ് എവറിബഡി. വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും ഉള്ള ഡിസ്കഷൻസിനകത്ത് പറഞ്ഞത് പറഞ്ഞാൽ മിഡ്ഫീൽഡിനെ കുറിച്ചാണ്, ഈ മിഡ്ഫീൽഡിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ഇന്നത്തെ പോലത്തുള്ള ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ, നോർവേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അണ്ടർഡോഗ്സ് പോലെയാണ് ഈ വേൾഡ് കപ്പിൽ. അപ്പോൾ അവരുടെ മുമ്പിൽ വന്നപ്പോൾ ആ മിഡ്ഫീൽഡിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാഴ്ചയാണ് കണ്ടത്. മാർട്ടിൻ ഓഡഗാർഡിനെ പോലെയുള്ള നോർവേജിയൻ ക്യാപ്റ്റൻ, അവരുടെ പ്ലെയേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് കൈയടക്കി വെച്ചിട്ട് ആൻഡ് ദേ വർ ലൈക്ക് പാസിങ് അറൗണ്ട്, ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് അവർ തന്നെയായിരുന്നു കളി നിയന്ത്രിച്ചതും കളി മെനഞ്ഞുകൊണ്ടിരുന്നതും. സോ ദേ ടുക്ക് അഡ്വാൻറ്റേജ് ഓഫ് എവറിത്തിങ്. സോ ബ്രസീൽ മിഡ്ഫീൽഡ് ദേ നീഡ്സ് എ ലോട്ട് ഓഫ് ചേഞ്ച്. വരുന്ന ഇനി അങ്ങോട്ടേക്ക് ദേ നീഡ് ടു ബ്രിങ് ഇൻ ഫ്രഷ് ലെഗ്സ്. പുതിയ താരങ്ങൾ വരട്ടെ, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും കുറച്ചുകൂടെ ഫിസിക്കലായിട്ടുള്ള കൈൻഡ് ഓഫ് പ്ലെയേഴ്സ് വരട്ടെ എന്നുള്ളതാണ്. കുറച്ചുകൂടെ സ്കിൽഫുള്ളും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ തരത്തിലുള്ള പ്ലെയേഴ്സ് വരട്ടെ. കുറച്ചുകൂടെ ചിന്തിച്ച് കളിക്കാനായിട്ട് ഒരു കളി നിയന്ത്രിക്കുന്ന മിഡിൽ എ പ്ലെയർ ഷുഡ് ബി ലൈക്ക് ഒരു കണ്ടക്ടർ ആയിരിക്കണം. അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്ലെയർ, ഒരു പ്രോപ്പർ പ്ലെയർ ടീമിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ട്. അതർവൈസ് ബ്രസീൽ വിൽ സ്റ്റിൽ റിമെയിൻ ആസ് എ ലൈക്ക് എനി അതർ ടീം, ഒരു നോർമൽ ടീമിനെ പോലെ ആയി മാറും. സോ ലോട്ട് ഓഫ് തിങ്സ് ടു ഡു ആൻഡ് സാമ്പാ താളം അവസാനിച്ചു ഈ വേൾഡ് കപ്പിൽ. അത് തന്നെയാണ് എടുത്ത് പറയാനായിട്ടത്. ഓക്കെ, സോ എനിവേസ് ലൈക്ക് ബ്രസീൽ ഫാൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിരാശയുണ്ട് എന്ന് അറിയാം. സോ എനിവേസ് ലൈക്ക് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വേൾഡ് കപ്പ്. യാ, സോ അടുത്ത വേൾഡ് കപ്പിൽ മികച്ച ടീമുമായിട്ടും മികച്ച ഒരു എന്താ പറയുക ഓവറോൾ സ്ട്രാറ്റജി എല്ലാം മൊത്തത്തിലൊരു പുതിയ ഒരു ഉണർവോടുകൂടിയും ഒരു പുത്തൻ ടീമുമായിട്ട് വന്ന് നെക്സ്റ്റ് വേൾഡ് കപ്പിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഓക്കെ, സോ ബൈ ബ്രസീലിയൻ ഫാൻസ് ആൻഡ് ബൈ നെയ്മർ ജൂനിയർ, ദ പ്രിൻസ് ഓഫ് ബ്രസീലിയൻ ഫുട്ബോൾ. പിന്നെ കാസിമീറോ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയർ. സോ ഇവരെ പോലുള്ള പ്ലെയേഴ്സിന് എന്തായാലും അവരുടെ അവസാനമാണ്. സോ ഗുഡ് ബൈ, താങ്ക് യു സോ മച്ച് നെയ്മർ ആൻഡ് ടീം. സോ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.